എ ഒരു ജോലി 9 മണിക്കൂർ കൊണ്ടും ബി അതേ ജോലി 6 മണിക്കൂർ കൊണ്ടും ചെയ്യുന്നു. അവർ ഒരുമിച്ച് എത്ര സമയം കൊണ്ട് ആ ജോലി തീർക്കും? നമുക്ക് നോക്കാം. എ, ബി. എ 9 മണിക്കൂർ, ബി 6 മണിക്കൂർ. അങ്ങനെയെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. 9ൻ്റെ 6ൻ്റെ LCM. 9 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സംഖ്യ എഴുതി വെച്ചാൽ മതിയെന്നേ. 18 എഴുതിക്കോട്ടെ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക് 18 ഇനി നമുക്ക് എയുടെയും ബിയുടെയും എഫിഷ്യൻസി ഒന്ന് കണ്ടാലോ. എയുടെ എഫിഷ്യൻസി കാണാൻ 18നെ 9 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എയുടെ എഫിഷ്യൻസി എത്ര? 2. ബിയുടെ എഫിഷ്യൻസി കാണാൻ 18നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. 3 ബിയുടെ എഫിഷ്യൻസി. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എയുടെയും ബിയുടെയും കൂടെ ടോട്ടൽ എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിച്ചാൽ 2ഉം 3ഉം കൂടെ കൂട്ടി 5 ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയാം. നമുക്കറിയേണ്ടത് എയും ബിയും ഒരുമിച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് ഇല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് തീർക്കുമെന്ന് അറിയേണ്ടത്. ആകെ ചെയ്യാനുള്ള ജോലി 18. എയും ബിയും ഒരുമിച്ചാൽ എഫിഷ്യൻസി 5. അപ്പം 18/5 മണിക്കൂർ എടുക്കുമെന്ന് നമുക്ക് പറയാം. ഒന്ന് വെട്ടി ചെറുതാക്കിയാലോ. 18/5 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ചെയ്ത് നോക്കിയാലോ. 18നെ 5 കൊണ്ട് ഹരിക്കുമ്പം 5 × 3 15, ശിഷ്ടം 3 വരും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എഴുതി വെക്കാം. എത്ര സമയം കൊണ്ട് അവരെ ജോലി തീർക്കുമെന്ന് ചോദിച്ചാൽ 3 and 3/5 മണിക്കൂറാണ് അവർക്ക് ആ ജോലി തീർക്കാൻ വേണ്ടത്. ഓക്കെ ആണോ? ഈ 3 and 3/5 മണിക്കൂർ എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഇവിടെ ഒരു 3 മണിക്കൂറും ഉണ്ട്. 3/5 മണിക്കൂറിനെ മിനിറ്റിലോട്ടൊന്ന് മാറ്റിയാലോ. മണിക്കൂറിനെ മിനിറ്റാക്കാൻ എന്താ ചെയ്യണ്ടേ? 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ ആണോ? ഈ ഫ്രാക്ഷനെ അങ്ങ് മാറ്റാൻ വേണ്ടി ഫ്രാക്ഷനിൽ കിടക്കുന്നത് മിനിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. 3/5 അവർ എത്ര മിനിറ്റ് എന്നറിയാം. 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ ക്യാൻസലേഷൻ നടക്കുമല്ലോ. 5 കയറി 60നെ കട്ട് ചെയ്യും. 5 × 12 60. അപ്പോൾ ഫൈനൽ ആൻസർ പറ. 3 മണിക്കൂറും 3 × 12 36 മിനിറ്റും വേണ്ടി വരും എയ്ക്കും ബിക്കും ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു.